കല്ലറ ഷിബു സാറിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ മദർ തെരേസ മെമ്മോറിയൽ സെൻട്രൽ സ്കൂളിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ തന്നെ ട്രിവാൻഡ്രം ബ്രൈറ്റ് അക്കാഡമിയെ സംബന്ധിച്ചും എനിക്ക് കൂടുതൽ അറിയുവാനുള്ളൊരു സാഹചര്യം വന്നു ചേർന്നു. 3 കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിൽ ഒന്ന്, അവിടുത്തെ അധ്യാപന രീതിയാണ്. സാധാരണ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി ക്ലാസ് റൂമുകളിൽ അധ്യാപകരുടെ മുമ്പിലിരുന്ന് പഠിക്കുക, വീട്ടിൽ പോയി പഠനത്തോട് താല്പര്യമുള്ളവരും ശ്രദ്ധിക്കുന്ന രക്ഷകർത്താക്കളുമുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുക, അല്ലെങ്കിൽ മറ്റ് പലതിലുമായി സമയം ചെലവഴിച്ച് ജീവിതം പാഴാക്കുക. ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായി വീട്ടിലിരുന്ന് കുട്ടികൾ ക്ലാസ് കേൾക്കുകയും ക്ലാസ് റൂമിൽ അധ്യാപകരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപന രീതി അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഒരു ദിവസം അരമണിക്കൂർ ദൈർഘ്യമുള്ള 1, 2, 3 വീഡിയോ ക്ലാസുകൾ കുട്ടികൾക്ക് നൽകുന്നു. അത് വീട്ടിലിരുന്ന് കാണുകയും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് അവർ സ്വന്തം നിലയിൽ ഉത്തരം കണ്ടെത്തുകയും പിറ്റേ ദിവസം ക്ലാസ്സിൽ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ആ വിഷയം ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പഠനം തന്നെ കാര്യക്ഷമമാകുന്നു എന്നതിന് പുറമെ വീട്ടിലായിരിക്കുമ്പോൾ സമയം നഷ്ടപ്പെടാതെ എപ്പോഴും പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കുട്ടികൾക്കാകുന്നു എന്നുള്ളത് ഒരു മികച്ച കണ്ടെത്തലായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ എങ്ങനെ കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം നിയന്ത്രിക്കാം എന്ന് തലപുകഞ്ഞാലോചിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയായിട്ട് എനിക്കത് അനുഭവപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, കല്ലറ പോലുള്ള ഒരു കുഗ്രാമത്തിൽ IITians ഫ്രം കല്ലറ എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടുത്തെ നിരക്ഷരരായ വീട്ടമ്മമാർ പോലും IITയിൽ പഠിക്കുന്ന മക്കളെ സ്വപ്നം കാണുന്ന ഒരു സാഹചര്യം നാടൊട്ടുക്കും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഊണിലും ഉറക്കിലും IITയിൽ പഠിക്കുന്ന മക്കളെ സ്വപ്നം കാണുന്ന അമ്മമാർ, രക്ഷകർത്താക്കൾ സദാസമയവും തങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ജാഗ്രത പുലർത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിന് ആ ഒരു സ്വപ്നത്തിൻ്റെ താലോലം അതവരെ പ്രാപ്തരാക്കി. മൂന്നാമതായി, ആ ലക്ഷ്യത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. ആദ്യ ബാച്ചിൻ്റെ റിസൾട്ടോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ആ ഒരു ചിന്ത അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയും ആദ്യ ബാച്ചിൽ ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങി പുറത്തിറങ്ങിയ കുട്ടികൾ ഇന്ന് മദ്രാസ് IITയിലും ഖോരഗ്പൂർ IITയിലുമൊക്കെ പഠിക്കുന്ന തലത്തിലേക്ക് ജനങ്ങളുടെ മുമ്പിൽ വെച്ച ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കല്ലറയേക്കാൾ ഒട്ടും മോശമല്ലാത്തൊരു ഗ്രാമപ്രദേശമാണ് കുളത്തൂപ്പുഴയും. ഈ കുളത്തൂപ്പുഴക്കാർക്കും അതുപോലെ സ്വപ്നങ്ങൾ കണ്ടുകൂടെ? അഞ്ചലും ആയൂരും അങ്ങേ അറ്റം പോയാൽ കൊല്ലത്ത് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ കോളേജിലും മാത്രം നമ്മുടെ കുട്ടികൾ പഠിച്ചാൽ മതിയോ? അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ ചിന്തകളെ വളർത്തിക്കൂടെ എന്നുള്ള ആ ഒരു ആലോചനയാണ് ഏത് വിധേനയും ഷിബു സാർ എന്ന് പറയുന്ന
വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒരുപാടൊന്നും തുല്യത പറയാനില്ലാത്ത മഹാ വ്യക്തിത്വത്തെ ഈ നാട്ടുകാർക്ക് കൂടി പ്രാപ്യമാക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെയും സഹപ്രവർത്തകരുടെയും ഒക്കെ മനസ്സിൽ രൂപപ്പെടുന്നത് 6 മാസക്കാലത്തോളമുള്ള നിരന്തരമായ സമ്പർക്കത്തിൻ്റെ ഫലമായി അദ്ദേഹത്തെ ഞങ്ങൾ KMJ സ്കൂളിൻ്റെ അക്കാഡമിക് ഡയറക്ടറാക്കി കൊണ്ടുവന്നു. അതിൻ്റെ മാറ്റങ്ങളും അനുരണനങ്ങളും 2 മാസം മാത്രമേ ആകുന്നുള്ളൂവെങ്കിലും രക്ഷകർത്താക്കളിലും കുട്ടികൾക്കുമിടയിൽ സാർവത്രികമായൊരു ചർച്ചയാണ്. പക്ഷേ ഞങ്ങൾ KMJ സ്റ്റുഡൻസിന് മാത്രം പോരല്ലോ, ഇതുപോലൊരു പ്രതിഭാശാലിയെ ഈ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും പ്രാപ്യമാക്കണമല്ലോ എന്നുള്ള വിശാലമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്തുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സേവനം നാട്ടുകാർക്ക് മുഴുവൻ ലഭിക്കുന്ന തരത്തിൽ കുളത്തൂപ്പുഴ ജുമാ മസ്ജിദിൻ്റെ മുൻവശത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 2ാമത്തെ നിലയിലെ 2 മുറികൾ വിദ്യാഭ്യാസപരമായ ഗൈഡൻസിനും കോച്ചിങ്ങിനും കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒക്കെ ഇന്ത്യയിലെ ലോകത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അവിടെ പഠനച്ചെലവില്ലാതെ തന്നെ കുട്ടികളെ എത്തിച്ച് പഠിപ്പിക്കാനുള്ള വഴികളെ സംബന്ധിച്ചുമൊക്കെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ 2 മുറികൾ ജമാഅത്ത് അനുവദിക്കുകയുണ്ടായി. അതാണ് ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബ്രൈറ്റ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് കരിയർ ഗൈഡൻസ് സെൻറ്റർ എന്ന പേരിൽ അവിടെ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സെൻറ്റർ എന്ന് മാത്രമല്ല, KMJയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ലഭിക്കുന്ന മാത്തമാറ്റിക്സിലുള്ള വിദഗ്ധമായ പരിശീലനം. മാത്സ് ആണല്ലോ ഇന്ന് കുട്ടികൾക്കൊരു പേടി സ്വപ്നമായിട്ടുള്ളത്. പക്ഷെ ഇത്രത്തോളം രസകരമായ ഒരു സബ്ജക്റ്റ് അടുത്ത് മനസ്സിലാക്കുമ്പോൾ മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ മാത്തമാറ്റിക്സിനാണ് എവിടെ ചെന്നാലും അത് വേണം. മാത്സ് ഇല്ലാത്ത ഒരു പഠനവുമില്ല. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമാണത്. പക്ഷേ മിക്ക മത്സര പരീക്ഷകളിലും ഒരു പ്രോബ്ലം പരിഹരിക്കുന്നതിന്, അതിന് ആൻസർ കണ്ടെത്തുന്നതിന് 1 മിനിറ്റാണ് പരമ്പരാഗതമായി നമ്മൾ പഠിച്ചു വന്ന രീതി അനുസരിച്ച് വേണ്ടതെങ്കിൽ, പക്ഷേ മത്സര പരീക്ഷകളിൽ 1/2 മിനിറ്റോ അതിൽ താഴെയുള്ള സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് എടുത്ത് സൊല്യൂഷൻ കണ്ടെത്തേണ്ടുന്നൊരു പ്രോബ്ലം 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അവരായിരിക്കുമല്ലോ മുമ്പിലെത്തുക. അതിനുള്ള തന്ത്രങ്ങളാണ് ബഹുമാനപ്പെട്ട ഷിബു സാർ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. ആ ഒരു വൈദഗ്ധ്യം അത് KMJയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, നമ്മുടെ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും അത് പ്രാപ്യമാകണം എന്നുള്ളതുകൊണ്ട് മാത്സ്ലെറ്റ് പഠിപ്പിക്കുന്നതിന്, മാത്സ്ലെറ്റ് എന്ന് പറയുമ്പോൾ അത്ലറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ചിലർക്കെങ്കിലും മാത്സ്ലെറ്റ് എന്ന് പറയുമ്പോൾ പുതിയ വാക്ക് പോലെ തോന്നും. അതിൻ്റെ സാങ്കേതികമായ അവസ്ഥ മാത്സും അത്ലറ്റും ചേർന്നതാണ്. മാത്സ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ who competes in mathematics competition at any level or any age. ഏത് പ്രായത്തിലോ ഏത് തലത്തിലോ ആയിക്കോട്ടെ മാത്തമാറ്റിക്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥി എന്നുള്ളതാണ് മാത്സ്ലെറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് മത്സരത്തിനും പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ മാത്സിൽ അതിവിദഗ്ധരാക്കി മാറ്റുന്ന ഒരു പഠന രീതിയാണ് ഈ മാത്സ്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളൊരു സെൻ്ററായിട്ട് കൂടി ഈ കരിയർ ഗൈഡൻസ് സെൻ്ററിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള അനുവാദം നൽകുകയും അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് 4 മണിക്ക് നടന്നു കഴിഞ്ഞിട്ടുള്ളത്.
ഇത് രണ്ടും കുളത്തൂപ്പുഴയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങളാണ്. അത് KMJ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, ഏവർക്കും ഉപയോഗപ്പെടുത്താം. ഇതിൽ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തികച്ചും സൗജന്യമാണ്. മാത്ലറ്റിൻ്റെ ക്ലാസ്സിന് നിശ്ചയിക്കപ്പെട്ട ഫീസ് ഉണ്ടാകും. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു സൗഭാഗ്യം ഈ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇതാ ബഹുമാനപ്പെട്ട ഷിബു സാറിനെയും അദ്ദേഹത്തിൻ്റെ സകല വൈഭവങ്ങളോടും കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളെയും ഈ നാട്ടുകാർക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതെൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ജാതിയില്ല, മതമില്ല, വർഗമോ വർണ്ണമോ ഒന്നുമില്ല, ഇന്ന സ്കൂളിൽ പഠിക്കുന്നവരെന്നില്ല. ഈ നാട്ടിലെ മുഴുവൻ രക്ഷകർത്താക്കളും അവരുടെ കുട്ടികൾക്ക് ഈ അവസരം ലഭ്യമാക്കുകയും കുളത്തൂപ്പുഴ പഞ്ചായത്ത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന അതിമഹത്തായ പ്രതിഭാശാലികളെ കൊണ്ട് സമ്പന്നമാകുന്നൊരു നാടായി മാറണം. നാം ഈ ഇരിക്കുന്ന ഈ ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയുടെ ഒരു മകനുണ്ടായിരുന്നു, ഡോക്ടർ ഷംനാദ് ബഷീർ. ലക്ഷങ്ങൾ വില വരുന്ന ക്യാൻസർ പേഷ്യൻസിനുള്ള മരുന്ന് പേറ്റന്റുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ സ്വന്തമായി ലോക കോടതിയിൽ വാദിച്ച് അന്താരാഷ്ട്ര മരുന്ന് മെഡിസിൻ കുത്തക കമ്പനികളുമായി സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി വെറും 1000 രൂപയ്ക്ക് താഴെ ലഭ്യമാകുന്ന തരത്തിലേക്ക് തീരുമാനമെടുപ്പിച്ച ഒരു മഹാപ്രതിഭാശാലിയുടെ പിതാവിൻ്റെതാണ് ഈ ഓഡിറ്റോറിയം. ആ ഡോക്ടർ ഷംനാദ് ബഷീർ അകാലത്തിൽ മരണപ്പെട്ടു പോയി, വലിയ നഷ്ടമാണ്. അപ്പോൾ അതുപോലെയുള്ള ലോകത്തറിയപ്പെടുന്ന മഹാപ്രതിഭകൾ ഈ നാട്ടിൽ വളർന്നു വരണം. അതിന് ഷിബു സാറിൻ്റെ സേവനം പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ നാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും പരിചയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ നാട് ഇരു കരവും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.